പലരും അജ്മീറിൽ പോയി സുജൂദ് ചെയ്യുന്നത്, വേറെ ചിലർ അതാ കാഞ്ഞിരമുറ്റത്തും കുണ്ടോട്ടിയിലുമൊക്കെ പൂരം നേർച്ച നടത്തുന്നത്. നമ്മൾ അതിന്റെ ഒന്നും ആളുകളല്ല. മൗലവി കൊണ്ടുവന്നിട്ട് കുണ്ടോട്ടി നേർച്ച സ്ക്രീനിൽ കാണിക്കുകയാണ്. കേട്ടാത്തോതും കാന്തപുരമാണത് നടത്തുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദാണ് നടത്തുന്നതെന്ന്. ഓ മുസ്ലിം സഹോദരന്മാരെ, നമ്മൾ അംഗീകരിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടി ഇവരെന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നേർച്ച പരിശുദ്ധ ഇസ്ലാമിലുള്ളതാണ്. ഖുർആൻ അത് പറഞ്ഞതാണ്. അതേ നേർച്ചയെ സംബന്ധിച്ച് ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണമാണ് നേർച്ച വീട്ടുന്നവരാണ്. നേർച്ച ചെയ്തു. മാന്യ മുസ്ലിം സഹോദരന്മാരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചു മരിക്കണം. ഏതെങ്കിലും കുണ്ടോട്ടിയിലോ കാഞ്ഞിരമുറ്റത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത കമ്മിറ്റിക്കാര് എവിടെയെങ്കിലും വല്ല തോന്നിവാസവും മഖ്ബറയുടെ സമീപത്ത് നടത്തുന്നുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും അതേ ഏർവാടിയിലോ അജ്മീറിലോ നാഹൂറിലോ എവിടെയായിരുന്നാലും ശരി, ഔലിയാക്കളെ മഖ്ബറയിൽ പോയി ഏതെങ്കിലും വിവരം കെട്ടവർ എന്തെങ്കിലും സുജൂദ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ പാടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ, കള്ളത്തരീഖത്തുകാരവരെ ശൈഖന്മാരുടെ കൈപിടിച്ചിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് ചുംബിപ്പിക്കുകയോ, ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഫോട്ടോകളും ചിത്രീകരണങ്ങളും കൊണ്ടുവന്ന് നിങ്ങളെ മൗലവിമാരി ഇതൊക്കെ സുന്നി ആചാരമാണെന്ന് പറഞ്ഞ് പറ്റിക്കും. നിങ്ങൾ ഓർത്തോളണം, അതിനൊന്നും സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദികളല്ല. സുന്നത്ത് ജമാഅത്ത് മഖ്ബറയിലായാലും കല്യാണപ്പറയിലായാലും കഅബത്തിന്റെ സമീപത്തായാലും ശറഇൽ വിരോധിക്കപ്പെട്ട മുഴുവൻ കാര്യത്തെയും സുന്നത്ത് ജമാഅത്ത് നിരാകരിക്കുന്നു, വിമർശിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കമ്മിറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ, അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു. ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ, കുണ്ടോട്ടിക്കാരേ, മണത്തലക്കാരേ, കാഞ്ഞിരമുറ്റത്തുകാരേ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല. അവിടെ അതാ 75ാമത്തെ ആണ്ടിന് 75 ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ 75 ആന? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഖ്ബറകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇവിടെയും പറയുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അതുപോലെ അന്യസ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്റെ അടുക്കൽ ഏത് ഉറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ഉറൂസിനും പോകാറില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറയിൽ വഅദ് പറയൽ വേണം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, മഹാന്മാരുടെ മുഅ്മിനീങ്ങളെ മഖ്ബറയിൽ വഅദ് പറയുന്നതിന്റെ അധ്യായം ബുഖാരിയിലുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ ഉറൂസിലും അതുപോലെ അവേലത്ത് തങ്ങളെ ഉറൂസിനുമൊക്കെ വഅദ് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ മഖ്ബറകളിൽ ഓതുന്നത് സുന്നത്താണെന്ന് ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതുകൊണ്ട് മഖ്ബറയിൽ ഖുർആൻ ഓതുന്ന ഉറൂസിനും ആണ്ട് നേർച്ചക്കും നമ്മൾ അനുകൂലമാണ്. അതുപോലെ മഖ്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ്. അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ്. സലാത്തിനും ദിക്റിനും അനുകൂലമാണ്. ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും
തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്, ഇവിടെയും എതിർക്കുന്നു. മരിക്കുന്നത് വരെ എതിർക്കുകയും ചെയ്യും. അവിടെ ആളുകളെ നോക്കാറില്ല, കമ്മിറ്റിക്കാരെ നോക്കാറില്ല. മലപ്പുറം ജില്ലയിലെ തുരൂരിൽ വെച്ച് ഞാൻ ശക്തിയായി പ്രസംഗിച്ചു. എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മുത്തവല്ലി, പള്ളിക്ക് ആ മുറൂസ് കമ്മിറ്റിയുടെ മുത്തവല്ലി, അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അന്ന് തീരുമാനിച്ചു, ഇനി ആ മക്ബറയിൽ അനാവശ്യങ്ങളും അനാചാരങ്ങളും നടത്തുകയില്ല. തീരുമാനിച്ചിട്ട് പിറ്റത്തെ കൊല്ലം ഉറൂസ് നടക്കുമ്പോ എന്നെ വാതിൽ ക്ഷണിച്ചു. ഉസ്താദേ, മുഴുവൻ അനാവശ്യവും അനാചാരവും ഞാൻ നിർത്തി, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ചയേറിയോ? വാല് പറഞ്ഞ് ഇറങ്ങുമ്പോഴതാ ഒരു കൂട്ടര് ഈ മഖ്ബറ ഭരിക്കുന്ന മുത്തവല്ലി അനാചാരം നിർത്തിയപ്പോ ഒരു കൂട്ടരതാ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചതാരാണ്? ഇപ്പൊ പറഞ്ഞ അവിടുത്തെ മുജാഹിദീങ്ങൾ സംഘടിപ്പിച്ചതാണ്. അതെന്തിനാണ്? അതിവിടെ മുമ്പേ നടക്കുന്നതാണ്, മുട്ടും പാട്ടും. അത് നിർത്തിയാ പറ്റൂല, അത് മുജാഹിദിന് വാശിയാണ്. ഇന്നാലില്ല, സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇത്തരം കാപട്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഇവര്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അതിനാണ്, ഈ അനാചാരത്തിനെ എതിർക്കാനാണ്. മറ്റൊന്ന് ഞാൻ ചെലവഴിച്ചത് തഖ്വയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാനാണ്. നാദാപുരത്ത് 7 ദിവസം ഞാൻ തുടർച്ചയായി സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, ആ ഒരൊറ്റ ഹദീസ് 7 ദിവസം ഞാൻ ഈ കൊല്ലം പ്രസംഗിച്ചു. അതിന്റെ മുമ്പത്തെ കൊല്ലം വേറെ 7 ദിവസം പ്രസംഗിച്ചു. 40 ദിവസത്തോളം കുറ്റ്യാടിയിൽ പ്രസംഗിച്ചു. തഖ്വയുണ്ടാക്കാനാണ് പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 4 കാര്യങ്ങളും നമ്മുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് കള്ളത്തരീഖത്തുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാമെന്ന് കരുതണ്ട. അതുപോലെ ഏതെങ്കിലും മഖ്ബറകളിലുള്ള അനാചാരം ചൂണ്ടിക്കാണിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാമെന്ന് കരുതണ്ട. അതുപോലെ തഖ്വയില്ലാത്ത ജനങ്ങളെ പ്രവർത്തനം ചൂണ്ടിയിട്ട് ഇത് സുന്നികളാണെന്ന് പറയണ്ട, സുന്നികളെ പ്രവർത്തനമാണെന്ന് പറയണ്ട. അതുപോലെ ഭീകരവാദം ചൂണ്ടിക്കാട്ടിയിട്ട് സുന്നികളെ പേരിൽ ഒരിക്കലും വെച്ച് കെട്ടണ്ട. ഞങ്ങൾ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവനെ ഭയപ്പെട്ട് അവനെ തഖ്വ ചെയ്ത് അവൻ പഠിപ്പിച്ച വിശ്വാസ കർമ്മത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മരിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെഴുതി